മിസ്റ്റർ വിവേകാനന്ദൻ. ഈ അവസ്ഥ ഇയാൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. Men are different types and of course women too. അതുകൊണ്ട് ഈ ലൈവ് കാണുന്നവരാരും ഇതിനെ ജനറലൈസ് ചെയ്ത് ഇയാളെ ന്യായീകരിക്കാൻ വരരുത്. ഇത്രയും നാളും സ്നേഹവും കരുതലും അഭിനയിച്ച് ഇയാൾ ഞങ്ങളെ ചീറ്റ് ചെയ്യായിരുന്നു. സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ലാത്ത ആണിന്റെ അവകാശം എന്ന് കരുതുന്ന ഒരുത്തന്റെ ആണധികാരത്തിന്റെ ഇരകളാണ് ഞാനും സിത്താരയും. അതുകൊണ്ട് ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്തതില് ഇവരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ പറ. ഗതികേടുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഇത് സഹിക്കാൻ വയ്യ. ഇയാളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങോട്ട് ചെയ്തു കൂട്ടിയ ടോർച്ചറിങ്ങിന് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മിസ്റ്റർ വിവേകാനന്ദൻ? പോക്കരുത്തരല്ലേ കാണിക്കുന്നത്? പപ്പൻചേട്ടൻ എഴുന്നേറ്റ് അവിടം വരെ ഒന്ന് പോയിച്ചു വരാം. നിനക്ക് ഞാനുണ്ട്. എന്നോട് ആരും വരണ്ട. ഞാനില്ലാണ്ട് പപ്പൻചേട്ടൻ ഇങ്ങോട്ടാ. അതിന് ഞാൻ അങ്ങോട്ടല്ലടാ, വീട്ടിലോട്ടാ. അവിടെ സാവത്തി ടീച്ചറല്ലേ, അവിടെ മാലിക്കുമ്പോഴും പപ്പൻചേട്ടൻ കേൾക്കേണ്ടി വരും കേട്ടോ. ജോയി ഒന്നോട് വെച്ചടാ. ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തൊന്ന് ബിജുവിനെ കൂടെ വിളിച്ചേച്ചു പോ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഇടപെടണ്ടേ സാറേ? വെറ്റോടത് കണ്ടോണ്ടിരിക്കല്ലേ. പരാതി എന്തെങ്കിലും കിട്ടിയിട്ട് മതി സാറേ. ഒന്നാമതേ സ്ത്രീകളോടുള്ള ഇടപാടാ. മേഴ്സി പറഞ്ഞാ കറക്റ്റ്. എന്നാലും നല്ല ഉഷാറാണല്ലേ മേഴ്സിയെ? പെണ്ണുങ്ങളോട് കളിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല സാറേ. അതിപ്പോ എന്തിനാ എന്നോട് പറയണ മേഴ്സിയെ? ചേച്ചി എന്നതാ കാണിക്കുന്നേ? വിവേകത്തിന് കെട്ടഴിച്ചോട്ടെ. മനസ്സില്ല. ഒന്ന് ചെല്ല് സച്ചിയേട്ടാ. നിന്റെ ചേട്ടനില്ലേടാ? ചേട്ടൻ നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. നിന്നിടക്ക് ഞാൻ എന്നെ ചെയ്യാനാ? ചെല്ല് ചെല്ലേ പറഞ്ഞേ. അത് ശരിയാകത്തില്ല. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ മേല. കഥ കൂട്ടിയേക്കോ? പ്രശ്നമാവോ ഐഷു? എന്ത് പ്രശ്നം? നമ്മളിത് ആദ്യം പ്രതീക്ഷ. ഹലോ, ആ പരമിതിനെ. എടോ, ലൈവ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. വ്യൂവേഴ്സ് 2 മില്യൺ കഴിഞ്ഞു. ഞാൻ കാണുന്നുണ്ട്. കമന്റ്സിന്റെ പെരുന്നാളാ. പക്ഷെ കൂടുതലും അയാൾക്ക് സപ്പോർട്ടാ. അത് കാര്യം കണ്ട ഞരമ്പ് രോഗികളല്ലേ കൂടുതലും. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാ കൂടുതൽ ആൾക്കാരും. നമുക്ക് നോക്കാം. അതെ, ഇയാളുടെ കെട്ടഴിക്കണമെന്ന് ഇയാൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടേ? ഇയാള് പറയട്ടല്ലേ. ഡിയർ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും എതിരല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ, അല്ലെ? നമുക്ക് കേൾക്കാം. ഐഷു പറഞ്ഞത് കേട്ടിട്ടല്ല, ഞങ്ങൾ അനുഭവിച്ചതാ. ഞങ്ങൾ തുറന്നു പറഞ്ഞത്. എന്റെ കൂടെ കൂടി എന്റെ കാശ് കൂടെ അടിച്ചെടുത്തിട്ട് ഇയാൾ ഇതും പറയും, ഇതിനപ്പുറം പറയും. ഞാനിതൊന്നും മറുപടി പറയുന്നില്ല. നീ ഇവര് പറയണത് കേൾക്കണ്ട. മര്യാദയ്ക്ക് കെട്ടഴിച്ചൂടെ? പിന്നെ ഭാര്യ ആ പ്രിവിലേജ് കൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇവൾക്ക് വട്ടാടാ. നീ എന്നെ ഓഫീസിലൊത്ത് പണിക്ക് നിൽക്കല്ലേ, പൊക്ക അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് പിടിച്ചെടുക്കും. ഇനി കേട്ടാലേ നമ്മുടെ മാന്യത പോവും. സിത്താരെ, മതിയാക്കാം.